നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് മഹാമനസ്സലിവും കരുണയും കാണിക്കുന്ന സർവശക്തനായ യേശുവിന് സകല മഹത്വവും സ്തുതിയും ബഹുമാനവും അർപ്പിക്കുകയാണ്. പലരുടെയും ജീവിതത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ക്രിസ്തീയ ജീവിതം നിറയെ അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് എന്നവർ പല രീതിയിലും മനസ്സിലാക്കുന്നു. പക്ഷേ ജീവിതത്തിൽ ചില കഷ്ടതകൾ, പ്രയാസങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പലപ്പോഴും അപ്സെറ്റ് ആകാറുണ്ട്. നന്മ മാത്രം പ്രതീക്ഷിച്ച് കഴിയുന്നവർ ചിലപ്പോൾ വലിയ പ്രതിസന്ധിയുടെ നടുവിലാകുമ്പോൾ അതിന് ഉത്തരം കണ്ടെത്തുവാൻ അവർക്ക് കഴിയുന്നില്ല. സാധാരണയായി യേശുവിൽ വിശ്വസിക്കൂ, ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കൂ, നിങ്ങളുടെ കുടുംബത്തിൽ വലിയ വിജയമുണ്ടാകും, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിജയമുണ്ടാകും, സാമ്പത്തിക മേഖലയിൽ വലിയ വിജയമുണ്ടാകും, ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങൾ കേട്ട് അവയെല്ലാം അപ്പാടെ വിശ്വസിച്ച് വിശ്വാസ ജീവിതം ആരംഭിക്കുന്ന പലർക്കും പ്രതീക്ഷിച്ച പോലെ ചില കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അസ്വസ്ഥതയും വേദനയും ഉണ്ടാകും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നത് നമ്മുടെ എല്ലാ കഷ്ടതകളും മാറാനല്ല. ക്രിസ്തു വളരെ വ്യക്തമായി പ്രകാരം പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒരു ക്രിസ്തു ഭക്തൻ്റെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ, ചില തടസ്സങ്ങൾ, വേദനകൾ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനാ വിഷയങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിൻ്റെ പുറകിലും ദൈവത്തിന് എന്തെങ്കിലും പദ്ധതിയുണ്ടോ? നിശ്ചയമായുമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്, തൻ്റെ ലക്ഷ്യങ്ങൾക്കായി, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർ എന്നാണ് അർത്ഥം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി വ്യാപരിപ്പിക്കും. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ വിവിധങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. സന്തോഷം വരുന്ന അനുഭവങ്ങൾ, വേദന നിറഞ്ഞ അനുഭവങ്ങൾ, അപമാനങ്ങൾ, നഷ്ടങ്ങൾ, ലാഭങ്ങൾ, വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ദൈവത്തെ നാം സ്നേഹിക്കുന്നവരും അവിടുത്തെ ലക്ഷ്യങ്ങൾക്കായി ദൈവം നമ്മളെ വിളിച്ചവരുമാണ് എങ്കിൽ ഏത് രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായാലും, കഷ്ടമോ ലാഭമോ അപമാനമോ പ്രശംസയോ എന്തെല്ലാം ഉണ്ടായാലും എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെട്ട് ഒടുവിൽ അത് നന്മയ്ക്കായി തീർക്കും. വാസ്തവത്തിൽ നമുക്ക് ഏത് വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുവോ അതിനല്ല പ്രസക്തി, അതിൻ്റെ അവസാനം എന്താണ്. ഏത് രീതിയിലുള്ള അനുഭവം ഉണ്ടായാലും ഒടുവിൽ ദൈവം അവയെല്ലാം നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, അഥവാ തൻ്റെ ലക്ഷ്യങ്ങൾക്കായി വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു അഥവാ പരിണമിക്കുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ തലയിലെ ഒരു നാരിഴ താഴെ വീഴണമെങ്കിൽ സ്വർഗീയ പിതാവ് അനുവദിക്കണം. ഈ ലോക ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെയും രക്ഷിക്കപ്പെടാത്തവരുടെയും ജീവിതത്തിൽ വിവിധങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ടെസ്റ്റുകൾ, പ്രലോഭനങ്ങൾ, വേദനകൾ, സന്തോഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എല്ലാ മനുഷ്യർക്കും വിവിധങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെട്ട് അതൊക്കെ അവരുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കാം, വ്യാപരിപ്പിക്കാം എന്ന് ഈ വാക്യം പറയുന്നില്ല. കാരണം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന കാര്യങ്ങൾ, അവർക്ക് വന്നു ഭവിക്കുന്ന കാര്യങ്ങൾ ഒടുവിൽ മനോഹരമായി കലാശിക്കുന്നില്ല. രണ്ട് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ അഥവാ രണ്ട് കാര്യങ്ങൾ നമ്മളിൽ സമ്മേളിക്കുന്നുവെങ്കിൽ മാത്രം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായാലും അതൊടുവിൽ ദൈവം നമ്മുടെ നന്മയ്ക്കായി മാറ്റും. ഏതാണ് ഈ രണ്ട് കാര്യങ്ങൾ? ഒന്നാമത് ദൈവത്തെ സ്നേഹിക്കുക, രണ്ടാമത് നിർണയപ്രകാരമുള്ള വിളി, ദൈവത്തിൻ്റെ വിളി നമുക്ക് ലഭിക്കുക. ആദ്യത്തെ കാര്യം ചിന്തിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർ,
എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. യേശുവിനെ അംഗീകരിക്കാത്തവരെയും, യേശുക്രിസ്തു ദൈവപുത്രനല്ല എന്ന് പറയുന്നവരെയും, യേശുക്രിസ്തു കുരിശിൽ മരിച്ചില്ല എന്ന് പറയുന്നവരെയും, ക്രിസ്തുവിനെ അവഹേളിക്കുന്നവരെയും, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരെയും, ദുഷ്ടനെയും ശിഷ്ടനെയും ദൈവം സ്നേഹിക്കുന്നു. കാരണം വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നു, ദൈവം സ്നേഹമാണ്. അവിടുത്തെ സ്വഭാവത്തെ ത്യജിക്കുവാൻ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ ത്യജിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല. തെളിവെന്താണ്? യേശു പറഞ്ഞു, ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും വെയിലും മഴയും ദൈവം അയക്കുന്നു. നല്ലവരുടെ മേലും ദുഷ്ടരുടെ മേലും വെയിലും മഴയും അയക്കുന്നത് ദൈവം അവസാനിപ്പിക്കുന്നില്ല. എന്നാൽ എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നുവെങ്കിലും ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുന്നവർ ചുരുക്കമാണ്. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു, പക്ഷേ ദൈവത്തെ എല്ലാവരും സ്നേഹിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലാണ് എല്ലാം നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുക? ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനോട് നമുക്ക് സ്നേഹം തോന്നിയാൽ ആ സ്നേഹം എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുക? വസ്തുക്കൾ കൊടുത്തോ പണം കൊടുത്തോ ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ നാം സഹായിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹത്തെ നാം പ്രദർശിപ്പിക്കുകയാണ്. സ്നേഹം എന്തെങ്കിലും ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കും. എന്നാൽ ദൈവത്തിന് അല്പം പണം കൊടുത്തോ വസ്തു കൊടുത്തോ നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ചില ആചാരങ്ങളിൽ പങ്കെടുത്തതുകൊണ്ടോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിന് ഒന്നിനും കുറവില്ല, പണത്തിന് കുറവില്ല. അതുകൊണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്നത്, അവിടുന്ന് എല്ലാവർക്കും ജീവനും ശ്വാസവും സൗജന്യമായി നൽകുന്നവനായതുകൊണ്ട്, ഒന്നിനും കുറവില്ലാത്തവനായതുകൊണ്ട് മാനുഷ കരങ്ങളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ദൈവത്തിന് പണത്തിൻ്റെ കുറവില്ല, ഒന്നിൻ്റെയും കുറവില്ല. അതുകൊണ്ട് അല്പം പണം കൊടുത്ത് ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ സാധ്യമല്ല. കാരണം ദൈവത്തിന് പണം വേണ്ട. ഈ വസ്തുത തിരിച്ചറിയാത്ത പലരും ഇന്ന് ജീവിക്കുന്നുണ്ട്. അവർ അല്പം പണം ദൈവത്തിന് കൊടുത്തിട്ടാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അവർ പ്രതീക്ഷിക്കുന്നത്. പണം കൊടുത്തില്ല എങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ, അതിന് പ്രത്യേക ഫീസൊക്കെ വിവിധ സമുദായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം പണം കൊടുത്താൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത അവരെ ഭരിക്കുന്നത് കൊണ്ടാണ് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഭക്തിയെ അവർ നിശ്ചയിക്കുന്നത്. എന്നാൽ സത്യദൈവത്തിന് പണം വേണ്ടാത്തത് കൊണ്ട് പണം കൊടുത്ത് പ്രസാദിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും? അതിന് വ്യക്തമായി യേശു ഉത്തരം പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ദൈവത്തിൻ്റെ വചനം പാലിക്കുക വഴിയാണ് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത്. ഇത് നമ്മുടെ പാർട്ടാണ്. ദൈവത്തെ ആര് സ്നേഹിക്കണം? നമ്മൾ സ്നേഹിക്കണം. ദൈവത്തെ നാം സ്നേഹിക്കുന്നവരാണ്, അവിടുത്തെ വചനം നാം പാലിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളിൽ ദൈവം ഇടപെട്ടുകൊള്ളും. നാം അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഭക്തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകണം ദൈവം തന്നെയാണ് നിശ്ചയിക്കുന്നത്. ദൈവം തന്നെ ആ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒടുവിൽ ഭംഗിയാക്കിക്കൊള്ളും. ഒന്നാമത് നാം ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത് നിർണയപ്രകാരമുള്ള വിളി ലഭിക്കുക. അതായത് ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കായുള്ള ദൈവിക വിളി. ദൈവത്തെ സ്നേഹിക്കുക നമ്മുടെ പാർട്ടാണ്. എന്നാൽ ദൈവം നമ്മളെ തൻ്റെ പദ്ധതിക്കായി വിളിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പാർട്ടാണ്. ഒന്നാമത്തേത് നമ്മുടെ റോളാണ്, നാമാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത്. രണ്ടാമത്തേത് ദൈവത്തിൻ്റെ പാർട്ടാണ്. ദൈവത്തിൻ്റെ വിളി ലഭിക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ അല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്നുള്ളത് അത്യുന്നതനായ ദൈവത്തിൻ്റെ വിളി ലഭിക്കുക, കോളിംഗ് ലഭിക്കുക. വലിയൊരു കമ്പനിയിൽ ഒരാളെ ജോലിക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്തു, ഓർഡർ ലഭിച്ചു. അത് സ്വീകരിച്ച വ്യക്തിക്ക് ഭയങ്കര സന്തോഷം. ഇത്ര വലിയൊരു കമ്പനി എന്നെ വിളിച്ചല്ലോ ജോലിക്കായി. എന്നാൽ നമ്മെ വിളിച്ചിരിക്കുന്നത് ആരാണ്? തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ വിളിച്ചിരിക്കുന്നത് ആരാണ്? ഏതെങ്കിലും ഒരു കമ്പനിയല്ല. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെയും സകലത്തിൻ്റെയും അധികാരിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ദൈവം നമ്മളെ വിളിക്കുന്നത് വെറുതെ ഒരു വിളിയല്ല. നാം
ഒരാൾ നടന്നു പോകുമ്പോൾ, നമ്മുടെ സുഹൃത്ത് നടന്നു പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, ഒരുപക്ഷെ എന്താണ് സമയം എന്നൊക്കെ ചോദിച്ചു എന്ന് വരാം. നമ്മളങ്ങനെ വിളിക്കുന്നതിന് പ്രത്യേകിച്ച് ലക്ഷ്യമോ പദ്ധതിയോ ഒന്നുമില്ല, ഒരു കുശലാന്വേഷണം മാത്രമാണ്. എന്നാൽ ദൈവം നമ്മെ അങ്ങനെ നിസ്സാരമായി വെറുതെ ഒരു വിളിയല്ല, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കുകയാണ്. ദൈവം ഒരു ഭക്തനെ സ്വർഗത്തിൽ നിന്ന് വിളിക്കുമ്പോൾ ആ ഭക്തൻ ആരായിത്തീരണം, എന്തായിത്തീരണം, അവൻ്റെ അവസാനം എന്തായിത്തീരണം, അവൻ എവിടെ എത്തണം, ഈ പദ്ധതി തൻ്റെ മനസ്സിൽ വെച്ചിട്ടാണ് ദൈവം ഒരുവനെ വിളിക്കുന്നത്. ദൈവത്തെ നാം സ്നേഹിക്കണം, ദൈവത്തിൻ്റെ വിളി നമുക്ക് ലഭിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിൽ നിറവേറുന്നുവെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങളിലും ദൈവം ഇടപെട്ട് ഒടുവിൽ അത് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നത്. ലോകത്തിലെ രക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച്, സത്യദൈവത്തെക്കുറിച്ച് അറിവില്ലാത്ത പലരും പറയാറുണ്ട്, ഭാഗ്യം കൊണ്ടാണ് എനിക്കത് കിട്ടിയത്, ഭാഗ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയായിപ്പോയി, എൻ്റെ തലയിലെഴുത്താണ്, ഇതൊക്കെ എൻ്റെ വിധിയാണ്, ഈ ദുരിതം ഞാൻ സഹിച്ചേ പറ്റൂ. സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവർ പറയും ഇത് ഭാഗ്യത്തിന് കിട്ടിയതാണ്. എന്നാൽ വേദന നിറഞ്ഞ ചില കാര്യങ്ങൾ, അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രതിസന്ധികൾ വരുമ്പോൾ അവർ പറയും തലയിലെഴുത്താണ്, എന്തു ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിധിയാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വരുന്ന സംഭവങ്ങളെ നിയന്ത്രിക്കുന്നത് യാദൃച്ഛികമായി അല്ലെങ്കിൽ ഭാഗ്യം, വിധി. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് ഇതല്ല. ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ യാദൃച്ഛികമല്ല, ആക്സിഡൻ്റൽ അല്ല, തലയിലെഴുത്തല്ല, വിധിയല്ല. പിന്നെയോ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതെല്ലാം മനഃപൂർവ്വമായി ദൈവം നന്മയ്ക്കായി മാറ്റുകയാണ്, യാദൃച്ഛികമായിട്ടല്ല. ദൈവത്തിൻ്റെ കരങ്ങളാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല കാര്യങ്ങളെയും മനഃപൂർവ്വമായി നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, അനേക വാനഗോളങ്ങൾ കറങ്ങുന്നു. ഇത് യാദൃച്ഛികമായി കറങ്ങുന്നതല്ല, ഇത് വിധിയല്ല. പിന്നെയോ ഇതിൻ്റെ പുറകിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഒരു പകൽ നാം കാണുകയില്ല, ദൈവം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ രാത്രി കാണുകയില്ല, മഴ പെയ്യുകയില്ല, വായു ഇവിടെ ഉണ്ടാവുകയില്ല, ശ്വസിക്കാൻ നമുക്ക് കഴിയുകയില്ല, ഈ ഭൂമിയിൽ നാം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സജീവമായ പ്രവർത്തന നിമിത്തമാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇതേ ദൈവത്തിൻ്റെ കരങ്ങളാണ് നമ്മുടെയും ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. ആരെങ്കിലും നമ്മളെ അപമാനിക്കണമെങ്കിൽ, നമ്മുടെ വസ്തു എടുത്തുകൊണ്ട് പോകണമെങ്കിൽ, നാം ചെയ്യാത്ത കാര്യം മറ്റുള്ളവർ ചെയ്തു എന്ന് പറയുമ്പോൾ, നമ്മെ തെറ്റിദ്ധരിക്കുമ്പോൾ, നമ്മെ ചിലർ ഒറ്റപ്പെടുത്തുമ്പോൾ, സ്വസ്ഥത തരാത്ത വിധം ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഓർക്കുക, ഇതിൻ്റെ പുറകിലൊക്കെയും ഇത്തരം കാര്യങ്ങളിലൊക്കെ ദൈവം ഇടപെട്ട് ഒടുവിൽ അത് നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കും. ഇന്ന് പല വിശ്വാസികളും അസ്വസ്ഥരാണ്. പലരും പറയാറുണ്ട്, എന്ത് നന്മ, എല്ലാവരും ദോഷം ചെയ്യുകയാണ്, സ്വന്തക്കാർ പോലും, ഏറ്റവും അടുത്ത വിശ്വാസികൾ പോലും ഞങ്ങൾക്ക് പ്രശ്നങ്ങളും ദോഷങ്ങളും ചെയ്യുകയാണ്. പലപ്പോഴും അങ്ങനെ പറയുന്നത് ഈ വാക്യം വേണ്ട പോലെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അറിയുന്നില്ല. റോമാലേഖനം 8:28 നാം ചിന്തിക്കുന്ന ഈ വേദവാക്യം ഒരുവിധ എല്ലാ ദൈവമക്കൾക്കും കാണാപാഠമാണ് എന്ന് മാത്രമല്ല, പലർക്കും വളരെ ഹൃദയത്തിൽ താല്പര്യമുള്ള വാക്യമാണ് റോമാലേഖനം 8:28. മറ്റുള്ളവർ പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ ആയിരിക്കുമ്പോൾ അവരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാനും ഈ വാക്യം ദൈവമക്കളായ നാം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ വേദഭാഗം നമുക്ക് ഇഷ്ടമാണ്, ഹൃദയസ്ഥമാണ് എന്ന കാരണം കൊണ്ട് ഈ വാക്യത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് എന്ന അർത്ഥമില്ല. ഒരു വാക്യത്തെ നാം ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അത് കാണാപ്പാഠം പഠിച്ചതുകൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ അത് 100% പ്രാവർത്തികമാക്കുന്നവരാണ് എന്നർത്ഥമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും
നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സകല കാര്യങ്ങളും വേദനയുള്ളതോ, കണ്ണീര് വരുത്തുന്നതോ, സന്തോഷം വരുത്തുന്നതോ, ലാഭമോ നഷ്ടമോ എന്തെങ്കിലും ആകട്ടെ, ഇതൊക്കെ ഒടുവിൽ ദൈവം എൻ്റെ നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടെങ്കിൽ ഒരു സാഹചര്യത്തിലും ഞാൻ പിറുപിറുക്കുകയില്ല. ഒരു വ്യക്തിയോടും എനിക്ക് പരിഭവം ഉണ്ടാവുകയില്ല. എനിക്ക് ആരോടും പരാതി ഉണ്ടാവുകയില്ല. നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് നമ്മൾ പറയുകയില്ല. നീ ഒരുവൻ കാരണമാണ്, നീ ഒരുത്തി കാരണമാണ് എനിക്ക് ഈ ഗതികേട് വന്നത് എന്ന് ആരെയും വിരൽ ചൂണ്ടി നാം പറയുകയില്ല. കാരണം എന്താണ്? എൻ്റെ ജീവിതത്തിൽ വരുന്ന സകല സംഭവങ്ങളിലും ദൈവം തന്നെ ഇടപെട്ട് അത് ഒടുവിൽ എൻ്റെ നന്മയ്ക്കായിട്ടാണ് പരിണമിപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സകലത്തിലും ദൈവം ഇടപെട്ട് അത് നന്മയ്ക്കാക്കി തീർക്കുന്നുവെങ്കിൽ, ആ സത്യം ഞാൻ അംഗീകരിക്കുന്നുവെങ്കിൽ, ഇവിടെ ഒരു മനുഷ്യനോടും എനിക്ക് ഫൈറ്റിംഗ് ഉണ്ടായിരിക്കുകയില്ല. ഒരു സാഹചര്യത്തിലും എനിക്ക് അതൃപ്തി ഉണ്ടായിരിക്കുകയില്ല. പിന്നെയോ ഏത് അനുഭവങ്ങൾ ഉണ്ടായാലും ഞാൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യും, എല്ലാറ്റിനും നന്ദി പറയും. കാരണം ഇതൊന്നും യാദൃച്ഛികമായി സംഭവിച്ചതല്ല, ഇതൊന്നും വിധിയല്ല. പിന്നെയോ സ്നേഹവാനായ എൻ്റെ കർത്താവ് ഇതൊക്കെ എൻ്റെ നന്മയ്ക്കായി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനം പറയുന്നത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, അഥവാ ഏത് സാഹചര്യത്തിലും കൃതജ്ഞത അർപ്പിക്കുവിൻ. അപ്പസ്തലനായ പൗലോസ് പറയുകയാണ് ഫിലിപ്പിയ 4:11, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, അഥവാ ഏത് സാഹചര്യത്തിലും എനിക്ക് സംതൃപ്തിയാണ്. പ്രിയമുള്ളവരെ, ഒരു ആത്മീയന് മാത്രമേ എല്ലാറ്റിനും സ്തോത്രം പറയുവാൻ ആത്മാർത്ഥമായി കഷ്ടത പ്രയാസം വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുകയുള്ളൂ. ഇയ്യോബ് പഴയ നിയമത്തിലെ ഭക്തൻ, നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. എന്നാൽ എല്ലാം നഷ്ടമായി. മക്കൾ നഷ്ടമാകുന്നു, ആരോഗ്യം നഷ്ടമാകുന്നു, ഭൗതികമായ വലിയ സമ്പത്ത് നഷ്ടമാകുന്നു. അപ്പോൾ ഈ ഭക്തൻ എന്താ പറയുന്നത്? പ്രൈസ് ദ ലോർഡ്, യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തൻ്റെ മക്കൾ നഷ്ടപ്പെടുമ്പോഴും വസ്തു നഷ്ടപ്പെടുമ്പോഴും പരാതിയും പിറുപിറുപ്പല്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ സാഹചര്യത്തിലും പ്രൈസ് ദ ലോർഡ് പറയുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഇയ്യോബിന് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നാം ആത്മീയരാണെങ്കിൽ ലോക മനുഷ്യരുടെ ദൃഷ്ടിയിൽ വലിയ തകർച്ച എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നാം മാനസികമായി തകരുകയില്ല. കർത്താവെ, ഇതിൻ്റെ പുറകിലും, ഈ നഷ്ടത്തിൻ്റെ പുറകിലും, ഈ വേർപാടിൻ്റെ പുറകിലും, ഈ കൊടും ചതിയുടെ പുറകിലും അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടി? ഒടുവിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാകുവാൻ വേണ്ടി അങ്ങയുടെ ശക്തമായ കരങ്ങൾ ഇതിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ചില തടസ്സങ്ങൾ, വേദനകൾ, നഷ്ടങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ പുറകിലുള്ള സ്നേഹത്തിൻ്റെ സ്വർഗീയ കരങ്ങൾ കാണാൻ നാം പരാജയപ്പെടുന്നവരാണെങ്കിൽ, തടസ്സം വരുമ്പോൾ ഉടനെ പോ പിശാച് എന്ന് പറഞ്ഞ് ശാസിക്കും. വീട്ടിൽ ഭാര്യയ്ക്ക് ദേഷ്യം വന്നാൽ അപ്പോഴും പറയും പോ പിശാച്. ഭർത്താവിനും ദേഷ്യം വരുമ്പോൾ പോ പിശാച് എന്ന് പറയും. അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോൾ കലഹം, ഭിന്നത, തമ്മിൽ കുറ്റം പറച്ചിൽ ഒക്കെ ഉണ്ടാകും. കാരണം എല്ലാം നന്മയ്ക്കാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു ആത്മീയനാണെങ്കിൽ നാം ബസ്സിൽ കയറി പോകുമ്പോൾ നമ്മുടെ പോക്കറ്റ് അടിച്ചാലും ദൈവത്തിന് സ്തോത്രം, ഇതും നന്മയ്ക്കാണ്. ആത്മാർത്ഥമായി ആ സമയത്തും ദൈവത്തെ സ്തുതിക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സകല കാര്യത്തിലും ദൈവം ഇടപെട്ട് ഒടുവിൽ അത് നന്മയ്ക്കായി തീർക്കുമെന്നുള്ള ഈ വചനപ്രകാരമുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഇപ്രകാരം ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു രാജാവും മന്ത്രിയും കൂടി വേട്ടയാടാൻ കാട്ടിലേക്ക് പോയി. ഈ മന്ത്രിയുടെ പ്രത്യേകത, എന്ത് സംഭവിച്ചാലും എല്ലാം നന്മയ്ക്കാണ് എന്ന് പറയും. അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. രാജാവും മന്ത്രിയും കൂടി ഉൾക്കാട്ടിലേക്ക് പ്രവേശിച്ച് വേട്ടയാടുമ്പോൾ അമ്പെയ്യുമ്പോൾ അബദ്ധവശാൽ എങ്ങനെയോ മൃഗത്തെ അമ്പെയ്യുമ്പോൾ രാജാവിൻ്റെ ഒരു തള്ളവിരൽ
മുറിഞ്ഞുപോയി. രാജാവിന് കഠിനമായ വേദനയായി. അത് കണ്ട് മന്ത്രി പറഞ്ഞു, എല്ലാം നന്മയ്ക്കാണ്, എല്ലാം നന്മയ്ക്കാണ്. രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. എൻ്റെ വിരൽ മുറിഞ്ഞ് ഞാൻ വേദന അനുഭവിക്കുമ്പോൾ ഇവൻ പറയുന്നു എൻ്റെ നന്മയ്ക്കാണ്. ദേഷ്യം വന്ന രാജാവ് വേട്ടയാടൽ കഴിഞ്ഞതിന് ശേഷം കൊട്ടാരത്തിലെത്തി മന്ത്രിയെ തടവിലിട്ടു. ചില മാസങ്ങൾ കഴിഞ്ഞു. രാജാവിൻ്റെ മുറിവെല്ലാം ഉണങ്ങി. രാജാവിനെ വേട്ടയാടാൻ വലിയ താല്പര്യമുള്ളവനായതുകൊണ്ട് വീണ്ടും വേട്ടയാടാൻ അദ്ദേഹം പോവുകയാണ്. എന്നാൽ ഇത്തവണ മന്ത്രിയെ കൊണ്ടുപോയില്ല. മന്ത്രി അപ്പോഴും തടവിലാണ്. രാജാവ് തനിയെ വേട്ടയാടാൻ കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ചില കാട്ടുജാതിക്കാർ രാജാവിനെ പിടിച്ചു കൊണ്ടുപോയി. അവർ പിടിച്ചു കൊണ്ടുപോയത് അവരുടെ മൂർത്തിക്ക് രാജാവിനെ ബലിയർപ്പിക്കാൻ വേണ്ടിയാണ്. ബലിയർപ്പിക്കുന്ന സമയം വന്നു. അവർ രാജാവിൻ്റെ ശരീരം പരിശോധിച്ചു. ആ കാട്ടുജാതിക്കാരുടെ വിശ്വാസം അനുസരിച്ച് ബലിയർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പരുക്കോ ന്യൂനതയോ ഉണ്ടെങ്കിൽ ബലിയർപ്പിക്കാൻ കൊള്ളുകയില്ല. അവർ രാജാവിൻ്റെ ശരീരം പരിശോധിച്ചപ്പോൾ ഒരു തള്ളവിരൽ കാണാനില്ല. അതുകൊണ്ട് രാജാവിനെ ബലിയർപ്പിക്കാനായി പറ്റാത്തതുകൊണ്ട് അവർ രാജാവിനെ വിട്ടയച്ചു. രാജാവ് സന്തോഷത്തോടുകൂടെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. എന്നിട്ട് മന്ത്രിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മന്ത്രി, എനിക്ക് മാപ്പ് തരണം. അന്ന് എൻ്റെ തള്ളവിരൽ നഷ്ടപ്പെട്ടപ്പോൾ നീ പറഞ്ഞു അത് നന്മയ്ക്കാണെന്ന്. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എൻ്റെ തള്ളവിരൽ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എൻ്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് എൻ്റെ തള്ളവിരൽ നഷ്ടപ്പെട്ടത് നന്മയ്ക്ക് തന്നെയാണ്. എന്നിട്ട് രാജാവ് പറഞ്ഞു, കഴിഞ്ഞ തവണ വേട്ടയാടാൻ പോയപ്പോൾ ഞാൻ തനിയെ പോകരുതായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോകാമായിരുന്നു. അത് കേട്ടപ്പോൾ മന്ത്രി പറഞ്ഞു, എന്നെ തടവിലിട്ടത് നന്നായി. ഞാൻ തടവിലില്ലായിരുന്നുവെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമായിരുന്നു. രണ്ടുപേരെയും കാട്ടുജാതിക്കാർ പിടിച്ചുകൊണ്ടുപോകും. നമ്മുടെ രണ്ടുപേരുടെയും ശരീരം പരിശോധിച്ചാൽ എനിക്ക് യാതൊരു അംഗവൈകല്യവും ഇല്ലാത്തത് കൊണ്ട് എന്നെ ബലിയർപ്പിക്കുകയും രാജാവിനെ വെറുതെ വിടുകയും ചെയ്യും. അതുകൊണ്ട് എന്നെ തടവിലിട്ടതും നന്നായി രാജാവേ എന്ന് പറഞ്ഞു. ഇതൊരു കഥയാണെങ്കിലും പ്രിയമുള്ളവരെ, നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുകയില്ല. സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ നിങ്ങളുടെ തലയിലെ ഒരു മുടിയുടെ പോലും കൊഴിയുകയില്ല. ചിലർ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എൻ്റെ വിവാഹ സമയത്ത് വലിയ സാമ്പത്തികമായ ഉയർച്ചയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയെ അന്ന് കെട്ടേണ്ടി വന്നു. ഇപ്പോഴെന്തായി? എൻ്റെ ജീവിതം ദുരിതത്തിലായി. പണവും മറ്റു പലതും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ടൊരു ജീവിത പങ്കാളിയെ എനിക്ക് ലഭിക്കുമായിരുന്നു. അതൊന്നും അന്നില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ഒന്ന് എൻ്റെ കഴുത്തിൽ വന്ന് വീണല്ലോ. ഒരാത്മീയൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുകയില്ല. അവനറിയാം, അവൻ്റെ സാഹചര്യത്തെ നിയന്ത്രിക്കുന്നത് വിദ്യാഭ്യാസമല്ല, പണമല്ല, പിന്നെയോ കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എൻ്റെ ജീവിത പങ്കാളി. എനിക്ക് ലഭിച്ചിരിക്കുന്ന മക്കൾ ഇതൊന്നും യാദൃശ്യമായി കടന്നു വന്നതല്ല. പിന്നെയോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. മറ്റൊരു കഥ. ഒരിക്കലൊരു മനുഷ്യൻ വഞ്ചിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം കടലിൽ വഞ്ചിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഓളവും തിരമാലയും കാറ്റും വർദ്ധിച്ചു. വഞ്ചിയുടെ നിയന്ത്രണം പോയി. ഇദ്ദേഹം എവിടെയോ അങ്ങകലെയുള്ള ഒരു ദ്വീപിൽ എത്തപ്പെട്ടു. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ആ ദ്വീപിൽ ആൾവാസമില്ല, ഒരു മനുഷ്യനുമില്ല. ഇദ്ദേഹം കരയിൽ നിന്ന് വളരെ അകലെയായി ദ്വീപിൽ ഒറ്റയ്ക്കൊരു മനുഷ്യൻ കഴിയേണ്ടി വരികയാണ്. അദ്ദേഹം തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും രക്ഷപ്പെടാനും ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി ഒരു ചെറിയ കുടിലുണ്ടാക്കി. രാവിലെ അദ്ദേഹം കായ്കനികൾ പെറുക്കാൻ വേണ്ടി പുറത്തേക്ക് കാട്ടിലേക്ക് പോകും. ഒരു ദിവസം ആ കുടിലിൽ നിന്ന് അദ്ദേഹം കായ്കനികൾ പെറുക്കാനായി കുറച്ചകലേക്ക് പോയി. അല്പം കഴിഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാ വലിയ പുക, തൻ്റെ വീട് കത്തുകയാണ്. ഇദ്ദേഹത്തിന് വലിയ സങ്കടമായി. ആകെയുള്ള ഒരു സംരക്ഷണ കേന്ദ്രമാണ് കത്തുന്നത്. അദ്ദേഹത്തിന് ദൈവത്തോട് വലിയ പരിഭവം, പരാതിയായി. ദൈവമേ, ഈ ദ്വീപിൽ ഒരു മനുഷ്യനുമില്ല എന്നെ സഹായിക്കാൻ. ആകെക്കൂടെയുള്ളത് കിടന്നുറങ്ങാനായി ഒരു ചെറിയ കുടിലാണ്.
നീ അതും കത്തിച്ചല്ലോ എന്ന് പറഞ്ഞ് പരാതിയുമായി കരയുകയാണ്. പുക വാനത്തിലേക്ക് ഉയരുന്നു, ഇയാൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് അങ്ങകലെ വലിയൊരു കപ്പൽ പോകുകയാണ്. അപ്പോഴാണ് ദ്വീപിൽ വലിയ പുക. കപ്പലിലുള്ളവർ ചിന്തിച്ചു, ആൾതാമസമില്ലാത്ത ഈ ദ്വീപിൽ എങ്ങനെയാണ് ഇത്രയും വലിയ പുക? അതെന്താണെന്ന് അറിയുവാൻ അവർ കപ്പൽ ആ ദ്വീപിലേക്ക് അടുപ്പിച്ചു. അപ്പോൾ മനസ്സിലായി, ഇതാ പുകയെ നോക്കി കരയുന്നൊരു മനുഷ്യൻ. ഇദ്ദേഹം ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ദ്വീപിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലായി. രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അവർ കപ്പലിൽ സ്വന്തം ദേശത്തേക്ക് എത്തിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ വിചാരിച്ചു ആ വീട് കത്തിയത് എൻ്റെ നാശത്തിനാണെന്ന്. പക്ഷേ അത് കത്തിയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ ആ ദ്വീപിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണല്ലോ അങ്ങ് ആ വീട് കത്തിച്ചത്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഉദ്ദേശിച്ച ജോലി കിട്ടുന്നില്ല, വീട് നഷ്ടപ്പെടുന്നു, ചില പ്രതിസന്ധികൾ, ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ മരണം വഴി വേർപ്പെടുന്നു. ഉടനെ പലർക്കും അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ പറ്റാതെ പരിഭ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്നാൽ ഈ വാക്യം നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം നാം ദൈവത്തോട് ചോദിക്കില്ല. ഇതും എൻ്റെ നന്മയ്ക്കാണ്. ഒരുപക്ഷെ ആ സമയത്ത് ഇതിൻ്റെ എല്ലാ അർത്ഥവും, ആ സംഭവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ വ്യാപ്തിയും ദൈവിക പർപ്പസൊന്നും അപ്പം മനസ്സിലായില്ല എന്ന് വരാം. നമുക്കത് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ഒരു തകർച്ച എന്തുകൊണ്ട് സംഭവിച്ചു, അതിൻ്റെ ഉദ്ദേശം മുഴുവനായി നമുക്ക് ആ സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിലും നാം ദൈവഹിതത്തിൽ ആശ്രയിക്കുന്നവരാണ്. ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു എന്നുള്ള സത്യം നാം അംഗീകരിക്കുന്നവരാണ് എങ്കിൽ അപ്പോഴും ദൈവത്തിന് സ്തോത്രം പറയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം എന്നുള്ളത് സഭാഹാളിനകത്ത് മാത്രം പറയാനുള്ള പദങ്ങളല്ല. ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ സംഭവിക്കുമ്പോഴും അപ്പോഴും പറയണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഈ വാക്യത്തെ തെറ്റായ അർത്ഥത്തിൽ എടുക്കരുത്. മടിയനായൊരു കർഷകൻ വേണ്ട പോലെ കൃഷി ചെയ്തില്ല, അധ്വാനിച്ചില്ല, തദ്ഫലമായി കാര്യമായി വിളവൊന്നും കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. വാസ്തവത്തിൽ ഇദ്ദേഹം ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതെ വിളവൊന്നും ലഭിച്ചില്ല, അതിനെ ന്യായീകരിക്കാൻ പറയുകയാണ് ഒക്കെ നന്മയ്ക്കായി എന്ന്. എന്നാൽ മറ്റൊരു കർഷകൻ കഠിനമായി അധ്വാനിച്ചു, പക്ഷേ ശക്തമായ കാറ്റും മഴയും വന്നപ്പോൾ വിളവെല്ലാം നശിച്ചുപോയി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. അത് ആത്മാർത്ഥമായ പ്രസ്താവനയാണ്. കാരണം അദ്ദേഹത്തിന് എത്രമാത്രം അധ്വാനിക്കാൻ പറ്റുമോ അത് അദ്ദേഹം ചെയ്തു. റിസൾട്ട് കിട്ടിയില്ല, നിരാശപ്പെട്ടില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. And we know that for those who love God, all things work together for good for those who are called according to His purpose. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ വാക്യത്തെ തെറ്റായ അർത്ഥത്തിൽ എടുക്കരുത്. ഒരാൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷേ ജോലിയിൽ അദ്ദേഹത്തിന് യാതൊരു വിശ്വസ്തതയുമില്ല, മടിയുമാണ്, അലസതയുമാണ്. അതുകൊണ്ട് സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. വലിയ മടിയനാണ്. അപ്പോൾ അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിൻ്റെ ജോലി പോയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. തൻ്റെ മടിയെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു വാക്യം ഉദ്ധരിക്കുകയാണ്. എന്നാൽ മറ്റൊരു സഹോദരൻ കഠിനമായി ജോലി ചെയ്തിട്ടും വിശ്വസ്തയോടെ ജോലി ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ ജോലി മറ്റു ചിലരുടെ അസൂയാലുക്കളുടെ ശ്രമത്തിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടു. അദ്ദേഹം നിരാശപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. മറ്റൊരു ഉദാഹരണം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടി
വലിയ മടിയനാണ്. റിസൾട്ട് വന്നു, എല്ലാ വിഷയത്തിലും തോറ്റുപോയി. അവൻ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനായി ഈ വാക്യത്തെ കൂട്ടുപിടിക്കരുത്. നാം ചെയ്യേണ്ടത് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ ലാഭം വന്നു എന്ന് വരാം, തകർച്ച വന്നു എന്ന് വരാം. പക്ഷേ ദൈവത്തോട് നമുക്ക് പറയാൻ പറ്റും, കർത്താവേ, എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്തു, റിസൾട്ട് അതെല്ലാം നിൻ്റെ കരങ്ങളിലാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും എന്ന വസ്തുതയ്ക്ക് ബെസ്റ്റ് ഉദാഹരണമാണ് പഴയ നിയമത്തിലെ യോസഫ്. അവൻ്റെ അപ്പൻ അവനെ കൂടുതൽ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ സഹോദരന്മാർക്ക് ശക്തമായ അസൂയ. അവർ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയാണ്. അത് നന്മയ്ക്കായി തീർന്നോ? നിശ്ചയമായി ഒടുവിൽ നന്മയ്ക്കായി തീർന്നു. അവർ അടിമ വ്യാപാരികൾക്ക് വിറ്റു. അടിമ വ്യാപാരികൾക്ക് വിറ്റത് നല്ല കാര്യമാണോ? മാനുഷികമായി ചിന്തിച്ചാൽ അല്ല. ഇനി പൊത്തിഫറിൻ്റെ വീട്ടിൽ അവൻ പാപം ചെയ്യാൻ വിസമ്മതിച്ച് തൻ്റെ സ്വന്തം വിശുദ്ധി കാത്തു സൂക്ഷിച്ചതുകൊണ്ടാണ് തടവിൽ പോയത്. തടവിൽ കിടക്കേണ്ടി വന്നു. അത് നന്മയ്ക്കാണോ? ജഡികനായൊരു മനുഷ്യൻ്റെ വീക്ഷണത്തിൽ അത് നന്മയ്ക്കല്ല. ജോസഫിൻ്റെ ജീവിതത്തിൽ വന്ന ഈ സകല കാര്യങ്ങളും ഒടുവിൽ നന്മയ്ക്കായി തന്നെ തീർന്നു. യോസഫ് ഒടുവിൽ ഫറവോൻ്റെ മന്ത്രിയായി മാറി. ഫറവോയുടെ മന്ത്രിയാകണമെങ്കിൽ ഈ രീതിയിലുള്ള വഴിയിലൂടെ അവന് യാത്ര ചെയ്യണമായിരുന്നു. സഹോദരന്മാർ, പൊട്ടക്കിണറ്റിൽ തള്ളിയിടേണ്ടത് ആവശ്യമാണ്. അടിമ വ്യാപാരികൾക്ക് വിൽക്കുന്നതും പൊത്തിഫറിൻ്റെ വീട്ടിൽ വെച്ചുള്ള ആ സംഭവവും തുടർന്ന് തടവിലെത്തപ്പെടേണ്ടതൊക്കെ ദൈവീക പദ്ധതിയുടെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് യോസഫിനൊരു കാര്യം അറിയാം, എൻ്റെ ജീവിതത്തിൽ സഹോദരന്മാർ എന്നോട് ഇങ്ങനെ ചെയ്തതും പൊത്തിഫറിൻ്റെ വീട്ടിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതും ഇതൊന്നും യാദൃശ്ചികമല്ല. തൻ്റെ സഹോദരന്മാർക്കൊരു ഭയമുണ്ടായിരുന്നു. യോസഫ് മന്ത്രിയായിരുന്നപ്പോൾ, ഞങ്ങൾ ഇത്രമാത്രം ദോഷം ചെയ്തു ഞങ്ങളുടെ ഇളയ സഹോദരനോട്, അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു, അടിമ വ്യാപാരികൾക്ക് വിറ്റു. ഇപ്പോൾ ആ സഹോദരൻ ദേശത്തിലെ പ്രധാനമന്ത്രിയായിരിക്കുന്നു. ഞങ്ങളെ വേണമെങ്കിൽ കൊല്ലാൻ പോലും യോസഫ് വിചാരിച്ചാൽ കഴിയും. അപ്പോൾ തൻ്റെ ചേട്ടന്മാർ വിചാരിച്ചത്, ഞങ്ങൾ ചെയ്ത ഈ ക്രൂരത നിമിത്തം ജോസഫിന് ഞങ്ങളോട് വൈരാഗ്യമുണ്ടായിരിക്കാം. പക്ഷേ യോസഫ് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ വിറ്റതുകൊണ്ട് നിങ്ങൾ ഖേദിക്കേണ്ട, നിങ്ങളല്ല ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. യോസഫ് പറയുകയാണ്, ഇത്രമാത്രം ക്രൂരമായ പ്രവൃത്തികൾ ചെയ്ത തൻ്റെ സഹോദരന്മാരെ നോക്കി, നിങ്ങളല്ല ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. വാസ്തവത്തിൽ സഹോദരന്മാരാണ് മാനുഷികമായി നോക്കിയാൽ പ്രവർത്തിച്ചത്. പക്ഷേ യോസഫിന് ഒരു കാര്യം അറിയാം, അവൻ ഭക്തനായതുകൊണ്ട്, എൻ്റെ സഹോദരന്മാരൊക്കെ ദൈവത്തിൻ്റെ കരത്തിലെ കരുക്കളാണ്. ദൈവം അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പൊട്ടക്കിണറ്റിൽ ഞാൻ വീഴുമായിരുന്നില്ല. ദൈവം അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ അടിമ വ്യാപാരികൾക്ക് ഞാൻ വിൽക്കപ്പെടുമായിരുന്നില്ല. ദൈവം അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ തടവിലും കിടക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ഇവരൊക്കെ ദൈവത്തിൻ്റെ കയ്യിലെ കരുക്കളാണ്. അതുകൊണ്ട് ഈ സഹോദരന്മാരോട് ഒരു വൈരാഗ്യവും വിദ്വേഷവും യോസഫിനില്ല. പിന്നെയും ജോസഫ് പറയുന്നുണ്ട് ഉൽപ്പത്തി അവസാന അധ്യായത്തിൽ, നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു, എൻ്റെ ദൈവമോ അതെനിക്ക് ഗുണമാക്കി. നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു, എൻ്റെ ദൈവമോ അത് ഗുണമാക്കി. ഈ രീതിയിൽ നീചകൃത്യം ചെയ്തവരോട് എന്തുകൊണ്ട് പകയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല? കാരണം ജോസഫിനറിയാം, യാദൃച്ഛികമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളാണ് ഇവരെ നിയന്ത്രിച്ചത്. പ്രിയമുള്ളവരെ, ഈ ബോധ്യം നമുക്കുണ്ടാകണം. മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ, വസ്തു തട്ടിയെടുക്കുമ്പോൾ, പ്രൊമോഷൻ തടയുമ്പോൾ, പല പല രീതിയിൽ ചില പ്രശ്നങ്ങൾ മറ്റുള്ളവർ ഉണ്ടാക്കുമ്പോൾ ചിന്തിക്കണം, ഇവരെല്ലാം ദൈവത്തിൻ്റെ കയ്യിലെ കരുക്കളാണ്. ഞാൻ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയുണ്ട്, അവിടേക്ക് ഞാൻ എത്തിപ്പെടാൻ വേണ്ടി ഇവർ ഇതാ ഈ രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ഇവർ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും ദൈവമാണ് ഇവരെ ആ രീതിയിൽ പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. കർത്താവായ യേശുവിൻ്റെ കൈകളും കാലുകളും ശത്രുക്കൾ തുളയ്ക്കുകയാണ്. ഒരു വൈരാഗ്യവും ഇല്ല. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. ഒരു വൈരാഗ്യവും ഇല്ല. മുഖത്ത് തുപ്പുന്നുണ്ട്, തലയിൽ മുൾക്കിരീടം വയ്ക്കുന്നുണ്ട്, ആരോടും പരിഭവവുമില്ല. കാരണം ഇതെല്ലാം പിതാവായ ദൈവം അനുവദിച്ചിട്ടാണ്. യേശുവിനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നിയത് സ്വർഗീയ പിതാവിനാണ്. അല്ലാതെ യൂദാസ് വിചാരിച്ചാലോ
പീലാത്തോസ് വിചാരിച്ചാലോ റോമാ പടയാളികൾ വിചാരിച്ചാലോ കർത്താവായ യേശുവിനെ ഒരു ദ്രോഹവും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. ഇതിൻ്റെ പുറകിലെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളാണ് ചരട് വലിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എല്ലാവരോടും ക്ഷമിക്കുകയാണ്. പിതാവ് ഇവർ ചെയ്യുന്നത് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മോട് മോശമായ രീതിയിൽ പെരുമാറുന്ന പല വ്യക്തികളും ഉണ്ടാകാം. എല്ലാവരും നന്മ മാത്രമല്ല ചെയ്യുക. എന്നാൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവരുമാണ് എങ്കിൽ ഒരു ബോധ്യം നമുക്കുണ്ടാകണം, അവരൊക്കെ അത് ചെയ്തോട്ടെ, അവരല്ല അത് ചെയ്യുന്നത്. ഞാൻ എത്തിപ്പെടാൻ ഒരു പ്രത്യേക മേഖല, അതിലേക്ക് വരാൻ വേണ്ടിയാണ് ഇവർ ഈ രീതിയിൽ നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ ആ ദ്രോഹം ചെയ്യുന്ന വ്യക്തിയോട് യാതൊരു കറയും വൈരാഗ്യവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. ഒരിക്കലും ഒരു കിളി ഒരു മരത്തിൽ കൂട് വയ്ക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്ന് ആ കിളി അവിടെ നിന്ന് ആട്ടിക്കളയുകയാണ്. വീണ്ടും ആ മരത്തിൽ കൂട് വയ്ക്കാൻ ആ കിളി പരിശ്രമിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ആട്ടിക്കളഞ്ഞു. ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. കിളി വിചാരിച്ചു, ഇത് എന്തൊരു ക്രൂരനായ മനുഷ്യൻ, ഇവിടെ ഒരു ചെറിയ കൂട് വയ്ക്കാൻ പോലും എന്നെ സമ്മതിക്കുന്നില്ലല്ലോ. അങ്ങകലെ പോയി മറ്റൊരു മരത്തിൽ ആ കിളി കൂട് വെച്ചു, മുട്ടയിട്ടു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കിളി ഒരു കാര്യം മനസ്സിലാക്കി. ആദ്യം കൂട് വയ്ക്കാനായി പരിശ്രമിച്ച ആ മരം ഇതാ 4-5 പേർ വെട്ടി താഴത്തിടുകയാണ്. അപ്പോൾ നേരത്തെ ആ മനുഷ്യൻ തടുത്തത് കിളിയോടുള്ള വൈരാഗ്യം മൂലമല്ല. അവിടെ കൂട് വെച്ചാൽ മരം വെട്ടുമ്പോൾ കിളിയുടെ മുട്ടകൾക്ക് കേടുപറ്റും. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ വരുമ്പോൾ ഇത് നന്മയ്ക്കാണ് കർത്താവ് തടുക്കുന്നത് എന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പസ്തലനായ പൗലോസാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മ പ്രേരണയാൽ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം പൗലോസിൻ്റെ ജീവിതത്തിൽ എത്രയോ കഷ്ടങ്ങൾ, എതിർപ്പുകൾ, സ്വന്തക്കാരിൽ നിന്ന്, കള്ള സഹോദരന്മാരിൽ നിന്ന്, സുവിശേഷ വിരോധികളിൽ നിന്ന്, ചില സുവിശേഷ പ്രവർത്തകരിൽ നിന്ന് ഒക്കെ ഉണ്ടായി. എന്നാൽ പൗലോസ് തനിക്ക് ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളെയും ഒന്ന് തിരിഞ്ഞു നോക്കി പറയുകയാണ്, ഇതിലൊന്നുപോലും എൻ്റെ ദോഷത്തിനായിരുന്നില്ല. കഴിഞ്ഞ എല്ലാ സംഭവങ്ങളും എൻ്റെ നന്മയ്ക്കാണ്. ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ചാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരിക്കൽ സുവിശേഷ വിരോധിയായിരുന്ന പൗലോസ് അറിഞ്ഞത്. ക്രിസ്തുവിൻ്റെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ ക്രിസ്തുവിനെ ആജീവനാന്തം സേവിക്കുവാൻ തൻ്റെ കൊച്ചു ജീവിതം പൗലോസ് സമർപ്പിച്ചു. ഈ റോമാലേഖനം ഒരുപക്ഷെ എഴുതുന്നത് ക്രിസ്തുവിനെ താൻ അറിഞ്ഞിട്ട് ചുരുങ്ങിയ പക്ഷം ഒരു 15 വർഷമെങ്കിലും ആയിട്ടുണ്ടാകണം. ഈ 15 വർഷത്തെ ദീർഘ അനുഭവങ്ങൾ തനിക്കുണ്ട്. ഈ 15 വർഷത്തെ അനുഭവങ്ങൾ എന്താണ്? എനിക്ക് വലിയ വീട് വയ്ക്കാൻ പറ്റി, അതല്ലായിരുന്നു തൻ്റെ സാക്ഷ്യം. എനിക്ക് വലിയ വാഹനങ്ങൾ വാങ്ങാൻ പറ്റി, എൻ്റെ മക്കളൊക്കെ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും നല്ല ജോലിക്കാരുമായി തീർന്നു, ഇതൊന്നുമല്ല തൻ്റെ സാക്ഷ്യം. കഷ്ടതകൾ, നഷ്ടങ്ങൾ, വേദനകൾ, തടവുകൾ. പൗലോസ് പറയുകയാണ്, ഇതൊന്നുപോലും എൻ്റെ തിന്മയ്ക്കല്ല, ഇതൊന്നുപോലും എൻ്റെ ദോഷത്തിനായിരുന്നില്ല. പൗലോസ് പറയുന്നത് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇതൊരു തത്വചിന്തയല്ല, പൊള്ളയായൊരു സിദ്ധാന്തമല്ല, താൻ അനുഭവിച്ചെറിഞ്ഞ യാഥാർത്ഥ്യം, ഞാൻ അറിഞ്ഞൊരു കാര്യം. പ്രിയമുള്ളവരെ, ആത്മീയനായ ഒരു വിശ്വാസി തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടായ ചില വേദനകൾ, തകർച്ചകൾ, മറ്റുള്ളവരുടെ ചതികൾ, ഇതൊക്കെ ഓർക്കുമ്പോൾ അവനൊരു കാര്യം അറിയാം, ഇതൊക്കെ എൻ്റെ നന്മയ്ക്കാണ്, ഒന്നുപോലും എൻ്റെ ദോഷത്തിനല്ല. എന്നാൽ ഈ ആത്മീയ നിലവാരത്തിൽ എത്താത്ത ചില വിശ്വാസികൾ ഇന്ന് സമൃദ്ധമായുണ്ട്. അവർക്ക് ചില വേദനകൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ ചില കഴിഞ്ഞകാല അനുഭവങ്ങൾ ചൂണ്ടി കാണിച്ചു അവർ എന്താ പറയുന്നത്? ഇന്ന വ്യക്തി എനിക്ക് ദോഷം ചെയ്തു, എന്തിനെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ എനിക്ക് ദോഷം ചെയ്തു, സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ എനിക്ക് ദോഷം ചെയ്തു, സ്വന്തം സഭയിലുള്ളവർ തന്നെ എനിക്ക് ദോഷം ചെയ്തു. അങ്ങനെ ആകെ ദോഷം ചെയ്തു. ദോഷത്തിൻ്റെ വലിയ പട്ടികയാണ് ഇന്ന് പലർക്കും പറയാനുള്ളത്. എന്നാൽ പൗലോസ് എന്താ പറയുന്നത്? എല്ലാം എൻ്റെ നന്മയ്ക്കാണ്, എല്ലാം എൻ്റെ നന്മയ്ക്കാണ്. ഒരു വിശ്വാസിക്ക് ദുഷ്ടരായ മനുഷ്യർ ചില കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ വരുത്തുവാൻ പരിശ്രമിച്ചു എന്ന് വരാം. പൗലോസിനത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ബുദ്ധിമുട്ട് വരുത്താൻ ശ്രമിച്ചാലും
ആ ബുദ്ധിമുട്ടുകൾ പോലും ദൈവം, അവരുടെ എതിർപ്പുകൾ പോലും ഒടുവിൽ ദൈവം നന്മയ്ക്കാക്കി തീർക്കുകയാണ്. ഒരു ആത്മീയനായ വിശ്വാസിക്ക് പിശാചും ചില ദ്രോഹങ്ങൾ വരുത്തുവാൻ പരിശ്രമിച്ചു എന്ന് വരാം. പക്ഷേ പിശാച് ചെയ്യുന്ന ആ ദ്രോഹങ്ങൾ പോലും അതിലും ദൈവം ഇടപെട്ട് അവൻ്റെ നന്മയ്ക്കായി തീർക്കും. ഈ പ്രപഞ്ചത്തിലെ സകല ശക്തികളും ഒരു വിശ്വാസിക്ക്, സാധാരണ വിശ്വാസിയല്ല, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് പ്രപഞ്ചം മുഴുവൻ ദോഷം ചെയ്യാൻ സകല പിശാചുക്കളും സകല മനുഷ്യരും അവരുടെ സമ്പൂർണ്ണ ശക്തി എടുത്ത് എന്തൊക്കെ ചെയ്താലും ഒടുവിലെല്ലാം നന്മയ്ക്കാക്കി തീർക്കും, എല്ലാം നന്മയ്ക്കാക്കി തീർക്കും. അതുകൊണ്ടാണ് പൗലോസ് തൊട്ട് താഴെ പറയുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിൽ തന്നെ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഇന്ന് പല കുടുംബങ്ങളിലും വഴക്കാണ്. ഭർത്താവ് പറയുന്നത് ഭാര്യ എനിക്ക് ദോഷം ചെയ്തു, ഭാര്യ പറയുന്നത് ഭർത്താവ് ദോഷം ചെയ്തു, അവർ ദോഷം ചെയ്തു, ഇവർ ദോഷം ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം കറക്റ്റാണെങ്കിൽ ബാക്കിയെല്ലാം റെഡിയാകും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി പരിണമിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കും. എന്താണ് ഈ നന്മ? നമ്മുടെ ബുദ്ധിയിൽ നന്മ എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിർവചനം നാം എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഒരു വിശ്വാസി എനിക്ക് നന്മ കിട്ടി എന്ന് പറയുന്നത്? പ്രാർത്ഥിച്ചു നല്ല വീട് ലഭിച്ചാൽ എനിക്ക് നന്മ കിട്ടി എന്ന് പറയും. പ്രാർത്ഥിച്ചു വിദേശ രാജ്യത്തിൽ പോകാൻ കഴിഞ്ഞാൽ കർത്താവ് ഒരു നന്മ ചെയ്തു എന്ന് പറയും. പ്രാർത്ഥിച്ചു മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ കർത്താവ് നന്മ ചെയ്തു, മകന് നല്ല സ്ത്രീധനവും കിട്ടി, കർത്താവ് നന്മ ചെയ്തു എന്ന് പറയും. പ്രാർത്ഥിച്ചു നല്ല മൊബൈൽ കിട്ടി, അപ്പോഴും ഒരുപക്ഷെ കർത്താവ് നന്മ ചെയ്തു എന്ന് പറയുന്നവരുണ്ടായിരിക്കാം. നന്മ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭൗതിക നേട്ടങ്ങളല്ല, A+ ലഭിക്കുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? അത് 29-ാം വാക്യമാണ് അതിന് ഉത്തരം തരുന്നത്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ, സർവശക്തനായ ദൈവം ചിലരെ മുന്നറിഞ്ഞിട്ടുണ്ട്. നാം ജനിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെ അറിഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നമ്മുടെ അനുവാദം ചോദിക്കാതെ നമ്മെ തിരഞ്ഞെടുക്കുവാൻ, അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് പൂർണ്ണമായും റൈറ്റുണ്ട്. അവൻ മുന്നറിഞ്ഞവരെ, നാം ഈ ലോകത്തിലേക്ക് വന്ന് ചിലപ്പോൾ 50 വർഷമോ 40 വർഷമോ 60 വർഷമോ ഒക്കെയാണ് ആയിട്ടുള്ളത്. എന്നാൽ നാം ജനിക്കുന്നതിന് മുമ്പ് നമ്മെ അറിഞ്ഞ ഒരു കർത്താവ്. പക്ഷേ എന്തിനാണ് നമ്മെ അറിഞ്ഞത്? അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകണം. പിതാവായ ദൈവത്തിന് ഒരു പുത്രൻ, കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു എങ്ങനെയുള്ള പുത്രനാണ്? നിർമ്മലൻ, നിർദോഷൻ, നേരുള്ളവൻ, പാപികളോട് വേർപെട്ടവൻ, പൂർണ്ണമായും പിതാവിനെ അനുസരിച്ച ദൈവത്തിൻ്റെ പുത്രൻ. പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ പോലെ തന്നെ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തുന്നവരായിരിക്കണം യേശുവിൽ വിശ്വസിച്ച് രക്ഷ കണ്ടെത്തിയ സകല ദൈവമക്കളും. പിതാവായ ദൈവം കുടുംബനാഥനാണ് എങ്കിൽ ആ കുടുംബത്തിലെ മൂത്ത പുത്രൻ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച നമ്മളെല്ലാവരും യേശുവിൻ്റെ അനുജന്മാരായി ഈ വാക്യത്തിൻ്റെ അർത്ഥത്തിൽ. അതുകൊണ്ട് നമ്മുടെ ജ്യേഷ്ഠനായ യേശുവിൻ്റെ അതേ സ്വഭാവം തന്നെ, നമ്മുടെ പ്രാകൃത സ്വഭാവമല്ല, യേശുവിൻ്റെ സ്വഭാവം തന്നെ നമുക്ക് ലഭിക്കണം. അതിനു വേണ്ടിയാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മുടെ അനുവാദം ചോദിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മെ മുന്നറിഞ്ഞതും മുൻ നിയമിച്ചതും. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകണം. ഫിലിപ്പ് ലേഖനം നമ്മോട് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. 1 യോഹന്നാൻ 2:6 പറയുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. പിതാവായ ദൈവം നമ്മെ മുൻകൂട്ടി നിയമിച്ചത്, നമ്മെ മുന്നറിഞ്ഞത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അതെന്തിനു വേണ്ടിയാണ്? യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് അഥവാ ആ സ്വരൂപത്തോട് നാം അനുരൂപരാകണം. ജനിക്കുമ്പോൾ തന്നെ നാം യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിട്ടല്ല വരുന്നത്.
നാം ആദാമിൻ്റെ സ്വഭാവവും പേറി ലോകത്തോട് അനുരൂപരായിട്ടാണ് നാം ജീവിക്കുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ യേശു നമ്മുടെ പാപങ്ങൾക്ക് മോചനം തരികയും യേശു നമ്മുടെ ഉള്ളിൽ വസിക്കാനും തുടങ്ങി. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിൻ്റെ അതേ സ്വഭാവമാണ് നാം ജീവിതത്തിൽ പുറത്തെടുക്കേണ്ടത്. യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം, യേശു സഹിച്ചതുപോലെ സഹിക്കണം, യേശു വിശുദ്ധിയിൽ ജീവിച്ചതുപോലെ ജീവിക്കണം. അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ ആരും എത്തിയിട്ടില്ല എങ്കിലും ഇതിനു വേണ്ടിയാണ് മുൻ നിയമിച്ചത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നുവെങ്കിൽ അതാണ് ഈ നന്മ എന്നുള്ളത്. ഭൗതികമായ വസ്തുക്കൾ യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് ലഭിക്കുന്നുണ്ട്. നല്ല വീട്, നല്ല കാറ്, A+, മറ്റു ജീവിത വിജയങ്ങൾ ക്രിസ്തുവിൻ്റെ പേര് കേൾക്കാത്തവർക്കും അത് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താണ് നന്മ? മറ്റുള്ളവർക്ക് ഭൗതിക നേട്ടങ്ങളൊക്കെ കിട്ടുന്നുവെങ്കിലും ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം അവരിൽ ഒരിക്കലും കാണാൻ പറ്റില്ല. അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ്, വീണ്ടും ജനിച്ചവർക്കാണ്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കാണ് ആ ദിവ്യ സ്വഭാവം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ ആർക്കും യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ സാധ്യമല്ല. സ്വന്തം എടുക്കുകൊണ്ട് അത് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവമക്കളായ നാം ഒരു കാര്യം ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണം. എന്നെ സർവശക്തനായ ദൈവം എൻ്റെ അനുവാദം പോലും ചോദിക്കാതെ മുൻകൂട്ടി അറിഞ്ഞതും എന്നെ മുൻ നിർണയിച്ചതും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ്. അതെന്താണ്? അവൻ്റെ സ്വരൂപത്തോട്, യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നാം അനുരൂപരാകണം. അതിനു വേണ്ടിയാണ് സർവശക്തനായ ദൈവം നമ്മെ മുൻകൂട്ടി നിയമിച്ചത്. നമ്മുടെ വസ്തു നഷ്ടപ്പെട്ടു, മറ്റുള്ളവർ എടുത്തുകൊണ്ടുപോയി. നാം ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല, പരാതി കൊടുക്കുന്നില്ല, ജഡപ്രകാരമുള്ള ഒരു ഫൈറ്റിങ്ങും നടത്തുന്നില്ല. കാരണം ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ലൂക്കോസ് 6:30, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക. ക്രിസ്തുവിൻ്റെ ആ കൽപ്പന നാം അനുസരിച്ച് നാം ക്ഷമിക്കുന്നു, വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ആ മേഖലയിൽ നാം യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ, തൻ്റെ വസ്ത്രം പടയാളികൾ ചീട്ടിട്ടെടുക്കുമ്പോൾ ഇതെൻ്റെ വസ്ത്രമാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ് ക്രിസ്തു പറയുന്നില്ല. ഇതുപോലെ നമുക്ക് അവകാശപ്പെട്ട ചിലത് മറ്റുള്ളവർ എടുത്തുകൊണ്ടു പോകുമ്പോൾ നാം തിരികെ തരണം. അതിനുവേണ്ടി ഒരു ഫൈറ്റിംഗ് നടത്താതെ, ഉപവസിച്ച് പ്രാർത്ഥിക്കാതെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ ആ മേഖലയിൽ നാം യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപനായി. അപ്പോൾ ആ വസ്തുനഷ്ടം നമുക്ക് നന്മയാണ്. മറ്റുള്ളവർ നമ്മെ അപമാനിച്ചു, ചില കഷ്ടതകൾ, ദ്രോഹങ്ങൾ ചെയ്തു. എന്നാൽ നാം യേശു ക്രിസ്തു ആയിരുന്നെങ്കിൽ എങ്ങനെ പെരുമാറുമായിരുന്നു എന്ന് ചിന്തിച്ച് ആ രീതിയിൽ ആ എതിർപ്പിനെ നേരിട്ടിട്ടുള്ളവരാണ് എങ്കിൽ, അതായത് ക്ഷമിച്ചു, സഹിച്ചു, പൊറുത്തുവെങ്കിൽ, നമുക്ക് ചില വസ്തുനഷ്ടം വന്നാലും അപമാനം വന്നാലും ഒരു കാര്യത്തിൽ നാം ഏറ്റവും വലിയ നന്മ പ്രാപിച്ചു. അതെന്താണ്? ഈ മേഖലയിൽ നാം യേശു ക്രിസ്തുവിനോട് അനുരൂപമായി. ഇതാണ് നന്മ. വലിയ ശകാരം അനാവശ്യമായി നമ്മെ കുറ്റപ്പെടുത്തുന്നു, ഒരുപക്ഷെ സ്വന്തം ഭവനത്തിൽ തന്നെ, ഏറ്റവും അടുത്തവർ തന്നെ. നാം ക്ഷമിക്കുന്നു, സഹിക്കുന്നു, പകരത്തിന് പകരം നാം ചെയ്യുന്നില്ല. ക്രിസ്തുവിൻ്റെ മനോഭാവം എന്താണ്? പത്രോസ്ലീഹ പറയുന്നുണ്ട്, ശകാരം അനുഭവിച്ചിട്ടും അവൻ ഭീഷണം പറഞ്ഞില്ല, ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ശകാരിക്കുന്നവരെ തിരിച്ച് ശകാരിക്കാതെ നാം ക്ഷമിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുമ്പോൾ ഈ മേഖലയിൽ നാം വലിയ നന്മ പ്രാപിച്ചു. ഇതുപോലെ ജീവിതത്തിൽ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ആദാമിൻ്റെ സ്വഭാവം, ജന്മനാ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാകൃത സ്വഭാവം വെളിപ്പെടുത്താതെ ക്ഷമിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുന്നവരാണ് എങ്കിൽ നാം നന്മ പ്രാപിച്ചവരാണ്. ഇതിനെയാണ് നന്മ എന്ന് പറയുന്നത്. ഇന്ന് പലരും അവരുടെ കൊച്ചുബുദ്ധിയിൽ ചില മനുഷ്യർ പറയാറുണ്ട്, നിങ്ങൾക്ക് നന്മ ഇതാ കിട്ടാൻ പോവുകയാണ്, ഇതാ വലിയ വീട് കിട്ടാൻ പോകുന്നു, നിങ്ങൾക്ക് വലിയ ജോലി കിട്ടാൻ പോകുന്നു, ഞാൻ ദർശനത്തിൽ കാണുകയാണ്, നിങ്ങൾ ദേശത്തിൽ ഏറ്റവും മഹാനായി തീരുകയാണ്, ജോലിയിൽ നിങ്ങൾ വലിയ ഉയർച്ച ഇപ്പോൾ പ്രാപിക്കും, ഞാൻ കാണുകയാണ്, വല്ലാത്ത നന്മയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇങ്ങനെ പ്രവചിക്കുന്നവരുടെ ബുദ്ധിയിൽ നന്മ എന്നതിനെക്കുറിച്ച് അവർ തന്നെ ചില സങ്കല്പങ്ങൾ, ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാജപ്രവാചകന്മാരുടെ ഉള്ളിൽ നന്മ എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു തെറ്റായ ധാരണയുണ്ട്.
ബൈബിൾ എന്താ പറയുന്നത്? നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. വസ്തുമോഹം, ദ്രവ്യാഗ്രഹം, ഇതൊക്കെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന ഒരു പ്രസംഗ തൊഴിലാളി മറ്റുള്ളവനെ നോക്കി പറയുന്നത്, നിനക്ക് ഈ ഭൂമിയിൽ വലിയ ഭൗതിക ഉയർച്ച ദൈവം തരാൻ പോവുകയാണ്. കാരണം ഈ പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് നന്മ എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നേടുന്നതാണ് എന്ന് അവൻ മനസ്സിലാക്കി വച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ നന്മ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ നിക്ഷേപത്തെക്കുറിച്ചല്ല. എന്തുകൊണ്ട്? ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. നിങ്ങൾ സ്വർഗത്തിലാണ് നിക്ഷേപം സ്വരൂപിക്കേണ്ടത്. അതുകൊണ്ട് ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കാനായി നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവചനം തികച്ചും പൈശാചികമാണ്, യേശു ക്രിസ്തുവിൽ നിന്നല്ല എന്ന് മനസ്സിലാക്കാൻ വലിയ വേദപരിജ്ഞാനമൊന്നും വേണ്ട. ക്രിസ്തു പറഞ്ഞ ഈ വാക്യം മാത്രം ഒന്ന് വിശ്വസിച്ചാൽ മതി. നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. അതിലെല്ലാം ഉത്തരവ് അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. ജീവിതത്തിലുണ്ടാകുന്ന ചില എതിർപ്പുകൾ, നഷ്ടങ്ങൾ, പ്രതിസന്ധികൾ, അതിലൂടെ നാം ചില പാഠങ്ങൾ പഠിച്ച് യേശു ക്രിസ്തു ആയിരുന്നുവെങ്കിൽ എങ്ങനെ പ്രതികരിക്കും, ആ രീതിയിൽ ആ വേദന നിറഞ്ഞ സന്ദർഭങ്ങളിൽ നമ്മൾ പ്രതികരിക്കുന്നവരാണെങ്കിൽ നാം നന്മ പ്രാപിച്ചവരാണ്. നമുക്ക് ഒരുപക്ഷെ വലിയ വീടുണ്ടായിരിക്കുകയില്ല, നല്ല ജോലി ഉണ്ടായിരിക്കുകയില്ല, സാമ്പത്തികമായി വലിയ നേട്ടവും കൊയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല. പക്ഷേ ജീവിതത്തിലുണ്ടാകുന്ന ചില വെല്ലുവിളികൾ, ചില പ്രതിസന്ധികൾ, എതിർപ്പുകൾ, അപ്പോഴൊക്കെ നാം യേശു ആയിരുന്നെങ്കിൽ അവയെ എങ്ങനെ സമീപിക്കും, ആ രീതിയിൽ സമീപിക്കുന്നവരായിരുന്നുവെങ്കിൽ നാം ദൈവത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് നന്മ പ്രാപിച്ചവരാണ്. ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. ദരിദ്രനായൊരു വിശ്വാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അന്നു വേണ്ട കാര്യങ്ങളൊക്കെ നടക്കും എന്നല്ലാതെ വലിയ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തോട് അദ്ദേഹം വലിയ വിശ്വസ്തനും വിശുദ്ധനുമായിരുന്നു. ലോകത്തോട് അനുരൂപമാകാതെ, ലോകം വേണ്ട, ഇവിടുത്തെ ഒന്നും വേണ്ട, എനിക്ക് കർത്താവ് മാത്രം മതി എന്നൊക്കെ വിശ്വസിച്ച് എൻ്റെ സമ്പത്ത് എന്നു ചൊല്ലുവാൻ യേശു മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ സന്തോഷത്തോടെ പാട്ടുപാടി വളരെ വിശ്വസ്തനായി ജീവിച്ച ഒരു ദൈവഭക്തൻ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിദേശത്തേക്ക് പോയി. ധാരാളം പണം കിട്ടി. അപ്പോഴിതാ നാട്ടുകാർ പറഞ്ഞു, ഇദ്ദേഹം വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു. വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ദൈവം അവന് നന്മ കൊടുത്തു. ഇവനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൻ വിദേശത്തേക്ക് പോയി. എത്രമാത്രം പണമാണ് കൂട്ടിവെച്ചത്, എത്രമാത്രം വാഹനങ്ങൾ അവന് ദൈവം കൊടുത്തു. ദൈവം അവന് വലിയ നന്മ കൊടുത്തു. അങ്ങനെയാണ് ലോകക്കാർ അതിനെ വീക്ഷിച്ചത്. പക്ഷേ ഈ മനുഷ്യന് വലിയ സാമ്പത്തിക സമൃദ്ധി ഉണ്ടായപ്പോൾ അവൻ ലോകത്തോട് ചേർന്നു, ലോകത്തോട് അനുരൂപനായി, ലോകത്തിലേക്കായി അവൻ്റെ ചിന്ത. പക്ഷേ ഇത് ലൗകികരായ മറ്റു മനുഷ്യർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവൻ പിന്നെ ജഡികനായി തീർന്നു. അപ്പോൾ അവന് ഈ വലിയ പണം, സമ്പത്ത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ നന്മയായിരുന്നില്ല. കാരണം പണ്ട് അവൻ ഇല്ലായ്മയിൽ കർത്താവിനോട് അനുരൂപനായി ലോകത്തോട് അനുരൂപമല്ലാതെ ജീവിച്ചിരുന്നു. പണം വർദ്ധിച്ചപ്പോൾ ഇപ്പോൾ കർത്താവിനോട് അനുരൂപനായില്ല, മറിച്ച് അവൻ ലോകത്തോട് അനുരൂപനായി ജീവിക്കാനായി തുടങ്ങി. അപ്പോൾ ഈ ഭൗതിക നേട്ടങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ച് നന്മയായി മാറിയില്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവം നമ്മെ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ നിന്ന് അകറ്റിയെങ്കിൽ അത് നന്മയല്ല. നമുക്കൊരു പക്ഷേ പ്രാർത്ഥിച്ച് കുറേ ഭൗതിക നന്മ കിട്ടിയപ്പോൾ നമ്മുടെ എളിമയും താഴ്മയും നഷ്ടപ്പെട്ട് ലോകമോഹങ്ങൾക്ക് നാം അധീനരായി എങ്കിൽ നാം വിചാരിക്കുന്ന നന്മ വാസ്തവത്തിൽ നന്മയല്ല. ഇനി മറ്റുള്ളവരുടെ വീക്ഷണത്തിൽ ചില നഷ്ടങ്ങൾ നമുക്ക് വന്നു, തകർച്ചകൾ വന്നു, വേർപാട് നമുക്ക് അനുഭവിച്ചു, കഷ്ടമായി പോയല്ലോ എന്ന് മറ്റുള്ളവർ പറഞ്ഞാലും നാം ആ പ്രതിസന്ധികളിൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കുന്നവരാണ് എങ്കിൽ കർത്താവ് പറയും, നീ നന്മ പ്രാപിച്ചു. കാരണം ഇതിനു വേണ്ടിയാണ് നമ്മളെ മുൻ നിർണയിച്ചിരിക്കുന്നത്. റെയിൽവേ ടിക്കറ്റിൽ നാം എത്തിച്ചേരാനുള്ള ഡെസ്റ്റിനേഷൻ ഡൽഹി ആണെങ്കിൽ അവിടെ ഡൽഹി എന്ന് എഴുതിയിരിക്കും. നാം യാത്ര ചെയ്യുകയാണ് ഡൽഹിയിലേക്ക്. മുംബൈയിലെത്തിയപ്പോൾ വിചാരിച്ചു, ഇത് വലിയ തിരക്കുള്ള ഒരു സിറ്റിയാണല്ലോ, ഇതായിരിക്കും ഡൽഹി എന്ന് കരുതി മുംബൈയിൽ ഇറങ്ങിയാൽ നാം ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിട്ടില്ല. ഇതുപോലെ നാം ഈ ക്രിസ്തീയ ജീവിതത്തിൽ ചിലപ്പോൾ ചില ഭൗതിക നന്മകൾ കർത്താവ് തരും. നമുക്കൊരു നല്ല ജോലി തരാനോ വാഹനം തരാനോ ദൈവത്തിന് ബുദ്ധിമുട്ടില്ല. നമ്മുടെ പട്ടിണി മാറ്റി എന്നും വരാം.
പക്ഷേ അതിൻ്റെ അർത്ഥം നാം ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നല്ല. നാം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ യാത്രമധ്യേ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും. ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അതിൻ്റെ അർത്ഥം നാം ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നല്ല. ആ യാത്രയിൽ വേണ്ട ചില ഭൗതികമായ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്നു. ഇതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വസ്ത്രം വേണം, വീട് വേണം, ദൈവത്തിന് അറിയാം. പക്ഷേ ഇതൊക്കെ കിട്ടുമ്പോൾ നന്മ കിട്ടിയെന്ന് പറഞ്ഞ് സംതൃപ്തമായി നമ്മുടെ ഡെസ്റ്റിനേഷൻ മറന്ന് നാം ജീവിക്കരുത്. ഡെസ്റ്റിനേഷൻ, എത്തിച്ചേരേണ്ട സ്ഥലം ഏതാണ്? യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നാം അനുരൂപരായി ജീവിക്കുക. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിക്കണം. ഭൗതികമായ നിങ്ങളുടെ ഉയർച്ചയുടെ അടിസ്ഥാനത്തിൽ നന്മ കിട്ടി എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. വചനപ്രകാരമുള്ള നന്മ എന്നുള്ളത് യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദരിദ്രനായാലും ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നരാണ്. സ്മുർണ സഭ വളരെ മാതൃകയുള്ള സഭ. പക്ഷേ ദൈവാത്മാവ് പറയുന്നത്, നിന്റെ കഷ്ടവും ദാരിദ്ര്യവും ഞാൻ കണ്ടു, പക്ഷേ നീ ധനവാനാണ് താനും. അവർ നല്ല മാതൃകയുള്ള വിശ്വാസികളാണ്, സ്മുർണ സഭയിലെ വിശ്വാസികൾ. പക്ഷേ അവരുടെ ദാരിദ്ര്യം മാറിയില്ല, കഷ്ടത മാറിയില്ല. അപ്പോൾ ദൈവാത്മാവ് പറയാണ്, നിന്റെ കഷ്ടത ദാരിദ്ര്യം ഞാൻ കണ്ടു, പക്ഷേ നീ വാസ്തവത്തിൽ ആരാണ്? ധനവാനാണ്. ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ നാം ധനവാനാണ്, നന്മ പ്രാപിച്ചവരാണ് എന്ന് ദൈവത്തിന് എപ്പോഴാണ് പറയാൻ കഴിയുക? പുത്രൻ്റെ സ്വരൂപത്തോട് നാം എപ്പോൾ അനുരൂപമായി തീരുന്നുവോ അപ്പോൾ. ഇതിനു വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും കർത്താവ് നിയന്ത്രിക്കുന്നത്. ചില എതിർപ്പുകൾ വരുന്നു, നഷ്ടങ്ങൾ വരുന്നു, അപമാനങ്ങൾ വരുന്നു. കർത്താവ് നോക്കുകയാണ്, നീ യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമായി തീർന്നവനാണോ? സ്വർഗീയ പിതാവ് നമ്മളെ വാച്ച് ചെയ്യുന്നു. എൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തു ആയിരുന്നുവെങ്കിൽ ഈ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കും? അതുപോലെ നിനക്ക് പ്രതികരിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം വാച്ച് ചെയ്യുകയാണ്. കാരണം ഈ ഉദ്ദേശത്തിന് വേണ്ടിയാണ് നമ്മെ മുൻകൂട്ടി അറിഞ്ഞതും നമ്മെ മുൻ നിർണയിച്ചതും. ഇന്ന് പലരും ഈ സത്യം അറിയാതെ പ്രാർത്ഥിച്ചു, ചില ഭൗതിക വസ്തുക്കൾ കിട്ടിയല്ലോ, അതിൽ അവർ സംതൃപ്തരായി, ദൈവം എൻ്റെ ജീവിതത്തിൽ അങ്ങ് പ്രസാദിച്ചിട്ടുണ്ടായിരിക്കണം, അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കാണ്. എന്താണ് നന്മ? താൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു.